Hey guys, welcome to my channel. This is my fourth video. ഇന്നത്തെ വീഡിയോ ഞാൻ മലയാളത്തിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ 3 വീഡിയോ ഞാൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തത്. ഇത് സ്പെഷ്യലി മലയാളി ഓഡിയൻസിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതെന്ന്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈപ്പർഹൈഡ്രോസിസിൻ്റെ മേളിലാണ്. ഞാനൊരു മെഡിക്കൽ എക്സ്പേർട്ടാണ്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 15 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് മെഡിക്കൽ ഫീൽഡിൽ. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കുന്നത് ഇത് ഹൈപ്പർഹൈഡ്രോസിസ് ഉള്ള പേഷ്യൻറ്റിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്ന ഈ വീഡിയോ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു, എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, പോയി ഈ വീഡിയോ മൊത്തം കാണുക. അവർക്ക് എന്തൊക്കെ ഹൈപ്പർഹൈഡ്രോസിസിനെ കുറിച്ച് അറിയുന്നോ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ സ്പെഷ്യലി 2 ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് ഏതെങ്കിലും ഹൈപ്പർഹൈഡ്രോസിസിൻ്റെ പേഷ്യൻസ് ആ ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിൽ അവരുടെ ഈ പ്രോബ്ലം എന്നേക്കും അത് സോൾവ് ആകും. ദാറ്റ് വിൽ ബി ഫോർ ലൈഫ് ലോങ്. സോ ഈ വീഡിയോ മൊത്തം കാണുക, ഓർ എൻ്റെ ആ മുന്നിലത്തെ പ്രസൻറ്റേഷൻ മൊത്തം കാണുക. അത് വെച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഹൈപ്പർഹൈഡ്രോസിസിൻ്റെയും കൂടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഹൈപ്പർഹൈഡ്രോസിസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഹൈപ്പർഹൈഡ്രോസിസ് എന്തുവാണെന്ന് പോലും അറിയത്തില്ല. സോ ഞാൻ ഇച്ചിരി പറഞ്ഞേക്കാം അതിനെക്കുറിച്ച്. ഹൈപ്പർഹൈഡ്രോസിസ് ഒരു എക്സസീവ് സ്വെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒത്തിരി വിയർപ്പ് വരുന്നത്, ബോഡിയിൽ നിന്ന് വിയർപ്പ് വരുന്നത്, അതിനെയാണ് പറയുന്നത് ഹൈപ്പർഹൈഡ്രോസിസ്. ഒരു കോമൺ മനുഷ്യനെ കാട്ടി കൂടുതൽ വിയർപ്പ് വരുന്ന വിയർപ്പ് വരുന്ന ആളിനെയാണ് പറയുന്നത് ഹൈപ്പർഹൈഡ്രോസിസ് എന്ന്. സോ ഇതൊരു ഹൈപ്പർഹൈഡ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ഇതൊരു ഡിസോർഡറിൻ്റെ പ്രോബ്ലമാണ്. ഇതൊരു ഡിസീസ് അല്ല, പക്ഷേ ഡിസോർഡറിൻ്റെ പ്രോബ്ലമാണ്. ലൈഫ് ത്രെറ്റനിങ് അല്ല, പക്ഷേ ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. മനുഷ്യന് ഏത് സമയത്തിലും വിയർപ്പ് വന്നുകൊണ്ടിരിക്കും. സോ അതൊരു മെഡിക്കൽ കണ്ടീഷൻ. അത് ചികിത്സിച്ചിട്ട് ശരിയാക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ മുന്നിലോട്ട് ഒത്തിരി പ്രശ്നം ഉണ്ടാവും. ഒത്തിരി വരാതിരിക്കുന്ന ഡിസീസ് പോലും വരും. സോ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോനകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. നിങ്ങൾ പോയി ഈ വീഡിയോ മൊത്തം കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും ഇത് ഈ ഹൈപ്പർഹൈഡ്രോസിസ് എന്തുവാണ്, ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെയാണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്, എല്ലാം കുറിച്ച് അതിനകത്ത് അറിയും. സോ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക. ഓർ ആ പ്രസൻറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് എല്ലാം ഐഡിയ കിട്ടും. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സിനകത്ത് പറയാം, കമൻറ്റ്സിനകത്ത് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് മെൻഷൻ ചെയ്യുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം. പിന്നെ ഇതൊരു ഗ്യാരൻറ്റീഡ് 99.99% റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്സാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത്. ആ 2 ട്രീറ്റ്മെൻറ്റ് അത് എൻഡ് ഓഫ് ദി വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യാം എൻ്റെ വീഡിയോനകത്ത്. പിന്നെ എന്നോട് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനകത്ത് മൊത്തം ഡീറ്റെയിൽസ് അയച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇത് എത്ര എളുപ്പമെന്നോ അത്ര എളുപ്പം ചെയ്യിപ്പിക്കുക. ആർക്കെങ്കിലും ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും അങ്ങനെ ഉണ്ടാകത്തില്ല. സോ ഇത് നിങ്ങൾ ഒന്ന് നോക്കുക. ഓർ ഈ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ വാല്യുബിൾ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ശരി, എന്നാൽ മുന്നിലോട്ട് ഈ വീഡിയോ മൊത്തം കാണും നിങ്ങൾ. അത് കഴിഞ്ഞ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ഇടുക. പിന്നെ അതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുക. താങ്ക് യു സോ മച്ച്. മുന്നിലോട്ട് കണ്ടിന്യൂ ചെയ്യൂ പ്ലീസ്. എന്താണ് ഹൈപ്പർഹൈഡ്രോസിസ്?
ഹൈപ്പർഹൈഡ്രോസിസ് എന്നത് ശരീര താപനില നിയന്ത്രിക്കുന്നതിന് ആവശ്യമായതിനേക്കാൾ അമിതമായ വിയർപ്പ് സ്വഭാവമുള്ള ഒരു മെഡിക്കൽ അവസ്ഥയാണ്. അടിവസ്ത്രങ്ങൾ, കൈപ്പത്തികൾ, പാദങ്ങൾ, മുഖം എന്നിവയുൾപ്പെടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ഇത് ബാധിക്കും. പ്രധാന പോയിന്റുകൾ. നിർവചനം. ഹൈപ്പർഹൈഡ്രോസിസിൽ അമിതമായ വിയർപ്പ് ഉൾപ്പെടുന്നു. സാധാരണയായി സാധാരണ കണക്കാക്കപ്പെടുന്നതിനേക്കാൾ കൂടുതലാണ്. ബാധിത പ്രദേശങ്ങൾ. ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളായ കക്ഷങ്ങൾ, കൈപ്പത്തികൾ, പാദങ്ങൾ, മുഖം എന്നിവയെ ബാധിക്കും. കാരണങ്ങൾ. ഹൈപ്പർഹൈഡ്രോസിസിന്റെ കൃത്യമായ കാരണങ്ങൾ എല്ലായ്പ്പോഴും വ്യക്തമല്ല, പക്ഷേ ഇത് ജനിതക ഘടകങ്ങൾ, അമിതമായ വിയർപ്പ് ഗ്രന്ഥികൾ, ഹോർമോൺ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില രോഗാവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഘാതം. ഹൈപ്പർഹൈഡ്രോസിസ് ഒരു വ്യക്തിയുടെ ജീവിത നിലവാരത്തെ സാരമായി ബാധിക്കും. ഇത് സാമൂഹിക സാഹചര്യങ്ങളിൽ നാണക്കേടും അസ്വസ്ഥതയും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ഹൈപ്പർഹൈഡ്രോസിസിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം, ജനിതകശാസ്ത്രം. കുടുംബചരിത്രം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒന്നോ രണ്ടോ മാതാപിതാക്കൾക്ക് ഹൈപ്പർഹൈഡ്രോസിസ് ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്കും അത് അനുഭവപ്പെടാനുള്ള ഉയർന്ന സാധ്യതയുണ്ട്. രണ്ടാമത്, അമിതമായ വിയർപ്പ് ഗ്രന്ഥികൾ. ഹൈപ്പർ ആക്റ്റീവ് എക്രിൻ വിയർപ്പ് ഗ്രന്ഥികൾ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ വിയർപ്പ് ഉത്പാദിപ്പിക്കുന്നു. വൈകാരിക സമ്മർദ്ദം, ചൂട് അല്ലെങ്കിൽ ശാരീരിക അധ്വാനം എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഉത്തേജകങ്ങളാൽ ഇത് ട്രിഗർ ചെയ്യപ്പെടാം. മൂന്നാമത്, മെഡിക്കൽ അവസ്ഥകൾ. പ്രമേഹം, തൈറോയിഡ് തകരാറുകൾ, ആർത്തവവിരാമം, ചില അണുബാധകൾ തുടങ്ങിയ ആരോഗ്യപ്രശ്നങ്ങൾ ഹൈപ്പർഹൈഡ്രോസിസിന് കാരണമാകും. നാലാമത്, മരുന്നുകൾ. ചില മരുന്നുകൾ, ചില ആന്റിഡിപ്രസന്റുകൾ, ആന്റിസൈക്കോട്ടിക്സ്, ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ എന്നിവ ഉൾപ്പെടെ ഒരു പാർശ്വഫലമായി അമിതമായ വിയർപ്പ് ഉണ്ടാകാം. അഞ്ചാമത്തേത്, ജനിതകശാസ്ത്രം. ജീവിതശൈലി ഘടകങ്ങൾ. മസാലകൾ നിറഞ്ഞ ഭക്ഷണവും കഫീനും നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും. ഇത് വർദ്ധിച്ച വിയർപ്പിലേക്ക് നയിക്കുന്നു. സമ്മർദ്ദം. വൈകാരിക സമ്മർദ്ദം സഹാനുഭൂതിയുള്ള നാഡീവ്യവസ്ഥയെ സജീവമാക്കുന്നു. ഇത് വിയർപ്പിനെ നിയന്ത്രിക്കുന്നു. വസ്ത്രം. ഇറുകിയതോ സിന്തറ്റിക്കോ ആയ തുണിത്തരങ്ങൾ ധരിക്കുന്നത് ചൂടും ഈർപ്പവും പിടിച്ചുനിർത്തുകയും വിയർപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആറാമത്, ന്യൂറോളജിക്കൽ ഘടകങ്ങൾ. വിയർപ്പ് പോലെയുള്ള അനിയന്ത്രിതമായ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഓട്ടോണമിക് നാഡീവ്യൂഹത്തിലെ അപര്യാപ്തത ഹൈപ്പർഹൈഡ്രോസിസിന് കാരണമാകും. ഏഴാമത്തേത്, മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ. ഉത്കണ്ഠയും വൈകാരിക സമ്മർദ്ദവും ഹൈപ്പർഹൈഡ്രോസിസ് വർദ്ധിപ്പിക്കും. വിയർപ്പ് നാണക്കേടും കൂടുതൽ സമ്മർദ്ദവും ഉണ്ടാക്കുന്ന ഒരു ദുഷിച്ച ചക്രം സൃഷ്ടിക്കുന്നു. എട്ടാമത്, ഹോർമോൺ മാറ്റങ്ങൾ. പ്രായപൂർത്തിയാകുമ്പോൾ ഗർഭധാരണം, ആർത്തവവിരാമം എന്നിവയിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ ചില വ്യക്തികളിൽ അമിതമായ വിയർപ്പിന് കാരണമാകും. ഒമ്പതാമത്, കാലാവസ്ഥ. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥ മൊത്തത്തിലുള്ള വിയർപ്പ് വർദ്ധിപ്പിക്കും, പ്രത്യേകിച്ച് ഹൈപ്പർഹൈഡ്രോസിസ് ഉള്ള വ്യക്തികൾക്ക്. എന്താണ് ഹൈപ്പർഹൈഡ്രോസിസ് രോഗം അല്ലെങ്കിൽ ഡിസോർഡർ പ്രശ്നം? ആദ്യം, രോഗം അല്ലെങ്കിൽ ഡിസോർഡർ. ഒരു രോഗം സാധാരണയായി തിരിച്ചറിയാവുന്ന അടയാളങ്ങളും ലക്ഷണങ്ങളും ഉള്ള ഒരു പ്രത്യേക പാത്തോളജിക്കൽ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. പലപ്പോഴും ഒരു വൈറസ്, ബാക്ടീരിയ അല്ലെങ്കിൽ ജനിതക പരിവർത്തനം പോലുള്ള ഒരു പ്രത്യേക എറ്റിയോളജിക്കൽ ഘടകം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. മറുവശത്ത്, ഒരു ഡിസോർഡർ അവയവങ്ങൾ, സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ടിഷ്യൂകളുടെ അസാധാരണമായ പ്രവർത്തനമോ ഘടനയോ ഉള്ള ഒരു വിശാലമായ അവസ്ഥയെ ഉൾക്കൊള്ളുന്നു. വൈകല്യങ്ങൾക്ക് എല്ലായ്പ്പോഴും വ്യക്തമായ കാരണമോ നിർദ്ദിഷ്ട രോഗകാരിയോ ഉണ്ടാകണമെന്നില്ല, മാത്രമല്ല അവ തീവ്രതയിലും വ്യക്തികൾക്കിടയിലെ അവതരണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കാം. രണ്ടാമത്, ഹൈപ്പർഹൈഡ്രോസിസ് ഒരു ഡിസോർഡർ എന്ന നിലയിൽ. ഹൈപ്പർഹൈഡ്രോസിസ് ഒരു ഡിസോർഡറിന്റെ നിർവചനത്തിന് അനുയോജ്യമാണ്, കാരണം അതിൽ വിയർപ്പ് ഗ്രന്ഥികളുടെ അസാധാരണമായ പ്രവർത്തനവും നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണവും ഉൾപ്പെടുന്നു. ഇത് അമിതമായ വിയർപ്പിന് കാരണമാകുന്നു. മൂന്നാമത്, വർഗീകരണം. ഹൈപ്പർഹൈഡ്രോസിസ് പ്രാഥമികവും ദ്വിതീയവുമായ തരങ്ങളായി തിരിച്ചിരിക്കുന്നു. പ്രാഥമിക ഹൈപ്പർഹൈഡ്രോസിസ് തിരിച്ചറിയാൻ കഴിയുന്ന അടിസ്ഥാന കാരണങ്ങളില്ലാതെ സംഭവിക്കുന്നു. ഇത് പലപ്പോഴും അതിൻ്റേതായ ഒരു തകരാറായി കണക്കാക്കപ്പെടുന്നു. അടിസ്ഥാനപരമായ രോഗാവസ്ഥകളോ ബാഹ്യ ഘടകങ്ങളോ മൂലമുണ്ടാകുന്ന ദ്വിതീയ ഹൈപ്പർഹൈഡ്രോസിസ് അമിതമായ വിയർപ്പിന് കാരണമാകുന്ന പ്രാഥമിക അവസ്ഥയ്ക്ക് ദ്വിതീയമായ ഒരു തകരാറായി കണക്കാക്കപ്പെടുന്നു. വിപണിയിൽ ഹൈപ്പർഹൈഡ്രോസിസിനുള്ള സൗകര്യങ്ങൾ ഏതൊക്കെയാണ്? വിഷയപരമായ ചികിത്സകൾ. ആന്റിപെർസ്പിറന്റുകൾ. അലുമിനിയം ക്ലോറൈഡ് അടങ്ങിയ ഓവർ ദി കൗണ്ടർ കുറിപ്പടിശക്തിയുള്ള ആന്റിപെർസ്പിറന്റുകൾ ബാധിത പ്രദേശങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ വിയർപ്പ് കുറയ്ക്കാൻ സഹായിക്കും. ആന്റിപെർസ്പിറന്റ് വൈപ്പുകൾ. കക്ഷങ്ങളിലോ ഈന്തപ്പനയിലോ പോലുള്ള പ്രത്യേക ഭാഗങ്ങളിൽ ടാർഗറ്റ് ചെയ്ത പ്രയോഗത്തിനായി ആന്റിപെർസ്പിറന്റ് ലായനിയിൽ മുക്കിവയ്ക്കുന്ന സൗകര്യപ്രദമായ വൈപ്പുകൾ. വാക്കാലുള്ള മരുന്നുകൾ. ആന്റികോളിനെർജിക്സ്. വിയർപ്പ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററായ അസറ്റൈൽകോളിന്റെ പ്രവർത്തനത്തെ തടയുന്ന കുറിപ്പടി മരുന്നുകൾ. ഈ മരുന്നുകൾക്ക് മൊത്തത്തിലുള്ള വിയർപ്പ് കുറയ്ക്കാൻ കഴിയും, പക്ഷേ പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. ബീറ്റാ ബ്ലോക്കറുകൾ. ചില വ്യക്തികളിൽ വിയർപ്പിന്റെ ഉത്കണ്ഠയും സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ട്രിഗറുകളും നിയന്ത്രിക്കാൻ ഈ മരുന്നുകൾ നിർദ്ദേശിക്കപ്പെടാം. ബോട്ടുലിനം ടോക്സിൻ കുത്തിവയ്പ്പുകൾ.
ബോട്ടോക്സ് കുത്തിവയ്പ്പുകൾ. ബോട്ടുലിനം ടോക്സിൻ കുത്തിവയ്പ്പുകൾ വിയർപ്പ് ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്ന നാഡീ സിഗ്നലുകളെ താൽക്കാലികമായി തടയും. ഈ ചികിത്സ പ്രാദേശിക പ്രദേശങ്ങളായ കക്ഷങ്ങൾ, ഈന്തപ്പനകൾ, പാദങ്ങളുടെ അടിഭാഗം എന്നിവയ്ക്ക് ഫലപ്രദമാണ്. സാധാരണഗതിയിൽ പിൻവാങ്ങൽ ആവശ്യമായി വരുന്നതിന് മാസങ്ങൾ നീണ്ടുനിൽക്കും. ഐൻഡോഫോറെസിസ്. വാനരഹെൻഹമോർത്ത് മെഷീനുകൾ. ഈ ഉപകരണങ്ങൾ വെള്ളത്തിലൂടെയോ നനഞ്ഞ പാടിലൂടെയോ കൈകളോ കാലുകളോ പോലുള്ള ബാധിത പ്രദേശങ്ങളിലേക്ക് താഴ്ന്ന നിലയിലുള്ള വൈദ്യുത പ്രവാഹം നൽകുന്നു. വാനരഹെൻഹമോർത്ത് വിയർപ്പ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ താൽക്കാലികമായി തടയുന്നു. അറ്റകുറ്റപ്പണികൾക്കായി പതിവായി സെഷനുകൾ ആവശ്യമാണ്. ലേസർ തെറാപ്പി. ലേസർ വിയർപ്പ് അബ്ലേഷൻ. ലേസർ തെറാപ്പിക്ക് പ്രത്യേക പ്രദേശങ്ങളിലെ വിയർപ്പ് ഗ്രന്ഥികളെ ലക്ഷ്യമിടാനും നശിപ്പിക്കാനും കഴിയും. ഇത് വിയർപ്പ് ദീർഘനേരം കുറയ്ക്കുന്നു. ഈ ചികിത്സ പലപ്പോഴും കക്ഷീയ ഹൈപ്പർഹൈഡ്രോസിസ്, കക്ഷത്തിൽ അമിതമായ വിയർപ്പ് ഉപയോഗിക്കുന്നു. ഐൻഡോഫോറെസിസ്. സഹാനുഭൂതി. മറ്റ് ചികിത്സകളോട് പ്രതികരിക്കാത്ത ഹൈപ്പർ ഹൈഡ്രോസിസിന്റെ ഗുരുതരമായ കേസുകൾക്ക് ശസ്ത്രക്രിയാ നടപടിക്രമങ്ങൾ പരിഗണിക്കാം. വിയർപ്പ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സഹാനുഭൂതി ഞരമ്പുകൾ മുറിക്കുകയോ മുറുകെ പിടിക്കുകയോ ചെയ്യുന്നതാണ് സിമ്പതെക്ടമി. എന്നിരുന്നാലും ഈ ഓപ്ഷൻ അപകടസാധ്യതകൾ വഹിക്കുന്നു. സാധാരണയായി അത്യധികം കേസുകളിൽ സംവരണം ചെയ്തിരിക്കുന്നു. ക്ലിനിക്കൽ നടപടിക്രമങ്ങൾ. മൈക്രോവേവ് തെറാപ്പി. കക്ഷത്തിലെ വിയർപ്പ് ഗ്രന്ഥികളെ ലക്ഷ്യമാക്കി നശിപ്പിക്കാൻ മൈക്രോവേവ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് വിയർപ്പ് ദീർഘനേരം കുറയ്ക്കുന്നു. മിർഡ്രി നടപടിക്രമം. ഈ നോൺ-ഇൻവേസീവ് പ്രക്രിയ മൈക്രോവേവ് എനർജി ഉപയോഗിച്ച് കക്ഷങ്ങളിലെ വിയർപ്പ് ഗ്രന്ഥികളെ തിരഞ്ഞെടുത്ത് ചൂടാക്കി നശിപ്പിക്കുന്നു. ഇത് കക്ഷീയ ഹൈപ്പർഹൈഡ്രോസിസിന് ശാശ്വതമായ പരിഹാരം വാഗ്ദാനം ചെയ്യുന്നു. സൈക്കോളജിക്കൽ സപ്പോർട്ട്. കൗൺസിലിംഗും തെറാപ്പിയും. ഉത്കണ്ഠ, ആത്മാഭിമാനം, സാമൂഹിക പിൻവലിക്കൽ എന്നിവയുൾപ്പെടെയുള്ള ഹൈപ്പർ ഹൈഡ്രോസിസിന്റെ വൈകാരിക ആഘാതത്തെ നേരിടാൻ മനഃശാസ്ത്രപരമായ പിന്തുണ വ്യക്തികളെ സഹായിക്കും. മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കുന്നതിനും ആത്മവിശ്വാസം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കോപ്പിംഗ് സ്ട്രാറ്റജികളും പിന്തുണയും നൽകാൻ തെറാപ്പിസ്റ്റുകൾക്ക് കഴിയും. ആന്റിഹൈഡ്രൽ ക്രീം. ഹൈപ്പർഹൈഡ്രോസിസ് ചികിത്സിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു പ്രാദേശിക മരുന്നാണ് ആന്റിഹൈഡ്രൽ ക്രീം, പ്രത്യേകിച്ച് കൈകളുടെയും കാലുകളുടെയും അമിതമായ വിയർപ്പ്. അതിന്റെ ഉപയോഗത്തിന്റെ വിശദമായ വിശദീകരണം ഇതാ. പ്രവർത്തനം. ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആന്റിഹൈഡ്രൽ ക്രീം പ്രവർത്തിക്കുന്നു. ഇത് വിയർപ്പ് നാളങ്ങളെ തടയാനും വിയർപ്പ് ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന വിയർപ്പിന്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു. ചർമ്മത്തിന്റെ വരൾച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ചേരുവകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു, കൂടാതെ രേതസ് ഗുണങ്ങളും ഉണ്ടായിരിക്കാം. അപേക്ഷ. ഉപയോക്താക്കൾ സാധാരണയായി കൈപ്പത്തികൾ അല്ലെങ്കിൽ പാദങ്ങൾ പോലുള്ള ബാധിത പ്രദേശങ്ങളിൽ നേരിട്ട് ആന്റിഹൈഡ്രൽ ക്രീം പ്രയോഗിക്കുന്നു. ഇത് സാധാരണയായി ഉറക്കസമയം മുമ്പ് രാത്രിയിൽ പ്രയോഗിക്കുന്നു. ഇത് ചർമ്മത്തിൽ തുളച്ചുകയറാനും ഒറ്റരാത്രി കൊണ്ട് പ്രാബല്യത്തിൽ വരാനും അനുവദിക്കുന്നു. ചില വ്യക്തികൾക്ക് പ്രാരംഭ ഉപയോഗത്തിലൂടെ ചർമ്മത്തിൽ പ്രകോപിപ്പിക്കലോ വരൾച്ചയോ അനുഭവപ്പെടാം. അതിനാൽ ശുപാർശ ചെയ്യുന്ന ആപ്ലിക്കേഷൻ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെറിയ അളവിൽ ക്രീം ഉപയോഗിച്ച് ആരംഭിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉപയോഗ കാലയളവ്. വിയർപ്പ് നിയന്ത്രിക്കുന്നതിൽ അതിന്റെ ഫലപ്രാപ്തി നിലനിർത്താൻ ആന്റിഹൈഡ്രൽ ക്രീം സാധാരണയായി പതിവായി ഉപയോഗിക്കുന്നു. ഉപയോക്താക്കൾക്ക് ഇത് രാത്രിയിലോ അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറുടെ നിർദ്ദേശപ്രകാരമോ പ്രയോഗിക്കാവുന്നതാണ്. കാലക്രമേണ ആന്റിഹൈഡ്രൽ ക്രീമിന്റെ സ്ഥിരമായ ഉപയോഗം അമിതമായ വിയർപ്പ് കുറയ്ക്കാനും മൊത്തത്തിലുള്ള സുഖവും ആത്മവിശ്വാസവും മെച്ചപ്പെടുത്താനും സഹായിക്കും. പ്രയോജനങ്ങൾ. ഹൈപ്പർ ഹൈഡ്രോസിസിന് ഫലപ്രദമാണ്. ഹൈപ്പർഹൈഡ്രോസിസ് ഉള്ള വ്യക്തികൾക്ക് ആശ്വാസം നൽകുന്ന അമിതമായ വിയർപ്പ് ലക്ഷ്യമിട്ട് ആന്റിഹൈഡ്രൽ ക്രീം പ്രത്യേകം രൂപപ്പെടുത്തിയതാണ്. നോൺ-ഇൻവേസീവ് ശസ്ത്രക്രിയ അല്ലെങ്കിൽ ആക്രമണാത്മക നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈപ്പർഹൈഡ്രോസിസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു നോൺ-ഇൻവേസീവ് സമീപനം ആന്റിഹൈഡ്രൽ ക്രീം വാഗ്ദാനം ചെയ്യുന്നു. ഇത് ശസ്ത്രക്രിയേതര ഓപ്ഷനുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അനുയോജ്യമാക്കുന്നു. സൗകര്യപ്രദം. ഉപയോക്താക്കൾക്ക് അവരുടെ ദൈനംദിന ചർമ്മസംരക്ഷണ ദിനചര്യയിൽ ഉൾപ്പെടുത്താനുള്ള സൗകര്യവും വഴക്കവും വാഗ്ദാനം ചെയ്യുന്ന ആന്റിഹൈഡ്രൽ ക്രീം വീട്ടിൽ എളുപ്പത്തിൽ പ്രയോഗിക്കാവുന്നതാണ്. മുൻകരുതലുകൾ. സ്കിൻ സെൻസിറ്റിവിറ്റി. ചില വ്യക്തികൾക്ക് ത്വക്ക് പ്രകോപനം അല്ലെങ്കിൽ ആന്റിഹൈഡ്രൽ ക്രീമിനോട് സംവേദനക്ഷമത അനുഭവപ്പെടാം. വ്യാപകമായ ഉപയോഗത്തിന് മുമ്പ് ചർമ്മത്തിന്റെ ഒരു ചെറിയ പാച്ചിൽ ചെറിയ അളവിൽ ക്രീം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ണുകളോടും കഫം ചർമ്മത്തോടും ഉള്ള കരാർ ഒഴിവാക്കുക. ആന്റിഹൈഡ്രൽ ക്രീം ബാഹ്യ ഉപയോഗത്തിന് മാത്രമുള്ളതാണ്, മാത്രമല്ല കണ്ണുകൾ, വായ അല്ലെങ്കിൽ മറ്റ് കഫം ചർമ്മം എന്നിവയുമായി സമ്പർക്കം പുലർത്തരുത്. ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായുള്ള കൂടിയാലോചന. ഹൈപ്പർ ഹൈഡ്രോസിസ് ഉള്ള വ്യക്തികൾ ആന്റിഹൈഡ്രൽ ക്രീം ഉൾപ്പെടെ ഏതെങ്കിലും ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റുമായി ബന്ധപ്പെടണം. ശരിയായ ഉപയോഗം, സാധ്യതയുള്ള പാർശ്വഫലങ്ങൾ, വ്യക്തികളുടെ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇതര ചികിത്സാ ഓപ്ഷനുകൾ എന്നിവയിൽ അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയും. കണ്ടതിന് നന്ദി.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ശുഭദിനം ഒപ്പിടുന്നു.